ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ വിച്ച് ഈസ് നോട്ട് സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി. ഓപ്ഷൻസ്: വൈറ്റമിൻ കെ, വൈറ്റമിൻ B12, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. അപ്പോൾ വൈറ്റമിൻ സി ആണ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യപ്പെടാത്ത വൈറ്റമിൻ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് നമ്മുടെ ബോഡിയിലില്ല. അതാണ് മെയിൻ റീസൺ പറയുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി ഫുഡിൽ കൂടെയാണ്, ഡയറ്റിൽ കൂടെയാണ് നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. മെയിൻലി അത് കാണപ്പെടുന്നത് സിട്രസ് ഫ്രൂട്ട്സിലാണ്. ഇതുകൂടാതെ ടൊമാറ്റോസ്, പെപ്പേഴ്സ്, ക്യാബേജ്, ബ്രൊക്കോളി തുടങ്ങിയ വെജിറ്റബിൾസിൽ നിന്നും നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ബോഡിയെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ സി. മാത്രമല്ല ഇത് കൊളാജൻ സിന്തസിസിന് വേണ്ടിയിട്ടും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു റോള് പ്ലേ ചെയ്യുന്നു. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ക്ലിനിക്കൽ കണ്ടീഷനാണ് സ്കർവി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ഹാർട്ട് സൗണ്ട് ഈസ് ഡ്യൂ ടു. ഓപ്ഷൻസ്: സഡൻ ക്ലോഷ്യർ ഓഫ് അയോട്ടിക് വാൽവ്, ക്ലോഷ്യർ ഓഫ് മിട്രൽ വാൽവ്, ബോത്ത്, നൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നൺ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫോർത്ത് ഹാർട്ട് സൗണ്ട് കേൾക്കുന്നത്? ഫോർത്ത് ഹാർട്ട് സൗണ്ട് അല്ലെങ്കിൽ S4 എന്ന് പറയുന്നത് അതൊരു അബ്നോർമൽ ഹാർട്ട് സൗണ്ടാണ്. ഇത് ഉണ്ടാവുന്നത് നമ്മുടെ വെൻട്രിക്കുലാർ ഫെയിലിയർ ഉണ്ടാകുന്ന കണ്ടീഷൻസിലാണ് ഫോർത്ത് ഹാർട്ട് സൗണ്ട് ഓഡിബിൾ ആയിരിക്കുന്നത്. മെയിൻലി ഒരു സ്റ്റിഫ് വെൻട്രിക്കിളിൻ്റെ പ്രസൻസ് കാരണമാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഏട്രിയ വളരെ പവർഫുള്ളായിട്ട് കൺട്രാക്റ്റ് ചെയ്യുന്നു. കാരണം ബ്ലഡിനെ വെൻട്രിക്കിൾസിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർഫുള്ളായിട്ട് ഏട്രിയ കൺട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു അബ്നോർമൽ സൗണ്ടാണ് ഫോർത്ത് ഹാർട്ട് സൗണ്ട്. ഇതൊരു ലോ പിച്ച്ഡ് സൗണ്ടാണ്. ഇത് നമുക്ക് ഓഡിബിൾ ആവുന്നത് ജസ്റ്റ് ബിഫോർ ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ടിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ ഒരു ഫോർത്ത് ഹാർട്ട് സൗണ്ട് ഓഡിബിൾ ആവുന്നത്. ഇത് ഒരു അബ്നോർമൽ കണ്ടീഷനിൽ മാത്രമേ ഈ ഫോർത്ത് ഹാർട്ട് സൗണ്ട് ഓഡിബിൾ ആവത്തുള്ളൂ. അപ്പോൾ ദ ഫോർത്ത് ഹാർട്ട് സൗണ്ട് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കുലാർ സ്റ്റിഫ്നെസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ടെസ്റ്റോസ്റ്റിറോൺ ഈസ് സെക്രീറ്റഡ് ഫ്രം. ഓപ്ഷൻസ്: സെർട്ടോളി സെൽസ്, ലേഡിക് സെൽസ്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്, ഓൾ. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോണെ സെക്രീറ്റ് ചെയ്യുന്നത് ലേഡിക് സെല്ലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 4, carbon dioxide is carried in the blood mainly in the form of. Options: bicarbonate, with hemoglobin, plasma, none. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡിലൂടെ മെയിൻലി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബൈകാർബണേറ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മാൻ കനോട്ട് ഡൈജസ്റ്റ്. ഓപ്ഷൻസ്: ഫൈബേഴ്സ്, സെല്ലുലോസ്, കാർബോഹൈഡ്രേറ്റ്, പെക്റ്റിൻ. ഹ്യൂമൻ ബീങ്സിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഏത് സബ്സ്റ്റൻസ് ആണ്? ഓപ്ഷൻ സി ആണ് സെല്ലുലോസ്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സെല്ലുലൈസ് എന്ന എൻസൈം ലാക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്.